ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ബാറ്റിംഗ് സൈഡിൽ നല്ല രീതിയിൽ കളിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങൾ അനാവശ്യമായിട്ടുള്ളൊരു റണ്ണൗട്ട്. ആ റണ്ണൗട്ടിൽ ടീമിൻ്റെ ബാറ്റിംഗ് ഓർഡർ കൊളാപ്സ് ആവുന്നു. ആൻഡ് ഇന്നത്തെ ഡേയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 474 എന്നുള്ള ആ ഒരു വലിയ ടോട്ടലാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ അവിടെ ഓസ്ട്രേലിയ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ടോട്ടലിനെ ലീഡ് ഉയർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ 164 റൺസിലെത്തിയപ്പോഴേക്കും 5 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. നിലവിൽ ക്രീസിലുള്ളത് ഋഷഭ് പന്തും അതോടൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയുമാണ്. സോ നമുക്ക് ഇന്നത്തെ ഡേയിലേക്ക് വരാം. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ടെസ്റ്റ് നമ്പർ 4 ഡേ 2. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ തന്നെയാണ് ഓസ്ട്രേലിയ ഉയർത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓപ്പണിങ്ങിൽ ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കൂട്ടുകെട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജയ്സ്വാളും രോഹിത് ശർമ്മയും. ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും നിലവിൽ രോഹിത് ശർമ്മയിൽ കാണാനില്ല. വളരെയധികം പരിതാപകരമായിട്ടൊരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിൻ്റെ കളിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെതിരെയുള്ള സീരീസിന് ശേഷം 3 സഡൻ ലോസുകൾ. ആ ലോസ് കഴിഞ്ഞ് നേരെ ഒരു മാച്ച് വിശ്രമിക്കുന്നു. ആൻഡ് പിന്നീടുള്ള 3 മത്സരങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരുന്നു. ഈ രോഹിത് ഇല്ലാത്ത മാച്ചിൽ ഇന്ത്യ ജയിക്കുന്നു. പിന്നീടുള്ള മത്സരങ്ങൾ ഇന്ത്യ ജയിക്കുന്നില്ല, ഒരു മത്സരം ടൈ ആവുന്നു. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് ആരൊക്കെ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാലും ഓഫ് കോഴ്സ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ രോഹിത് ശർമ്മയ്ക്ക് പഴി കേൾക്കാതിരിക്കാൻ പറ്റില്ല. ബാറ്റിങ്ങിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ടീമിന് വേണ്ടിയിട്ട്. ക്യാപ്റ്റൻസിലും ഒരു ഒരു ഹൈപ്പർ ആയിട്ടുള്ള രോഹിത് ശർമ്മയെ കാണാൻ സാധിക്കുന്നില്ല. ക്യാപ്റ്റൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ തന്നെയാണ് അവിടെ ഓസ്ട്രേലിയ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ തിങ് ഈസ് ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെ വന്ന് രോഹിത് ശർമ്മ കയറിപ്പോവുകയും ഓപ്പണിംഗ് സൈഡിൽ ഇറങ്ങേണ്ടിയിരുന്ന KL രാഹുലിന് അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. ഡെഗൌട്ടിൽ KL രാഹുൽ വരുന്നു. KL രാഹുലിൻ്റെ വിക്കറ്റ് പോകുന്നു. അവിടെ 42 ബോളിൽ 24 റൺസാണ് KL രാഹുൽ എടുത്തിരുന്നത്. സ്ട്രോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളിയെ. ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഞെട്ടിച്ചൊരു കൂട്ടുകെട്ടായിരുന്നു വിരാട് കോഹ്ലി ജയ്സ്വാൾ. ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയെ ഞെട്ടിച്ചു എന്ന് നമുക്ക് പറയാം. അത്ര മനോഹരമായിട്ടായിരുന്നു ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് അധികം ഓവറുകൾ ബാക്കിയില്ലാത്ത സമയത്ത് കയ്യിലേക്ക് അടിച്ചു കൊടുത്തിട്ട് സ്വന്തം കോളിൽ ഓടിയ ജയ്സ്വാൾ ശരിക്കും പറഞ്ഞാൽ വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. അവിടെ ഒരു സിംഗിൾ എടുക്കാനുള്ള പോസിബിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ കോഹ്ലിയേക്കാൾ ഉപരി ആ ഒരു റൺസ് മനസ്സിലാക്കേണ്ടിരുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടിരുന്നത് ജയ്സ്വാളായിരുന്നു. കാരണം അവിടെ റൺസ് എടുക്കാനുള്ള സ്പേസ് ഇല്ല. ഓടിയിരുന്നെങ്കിൽ വിരാട് കോഹ്ലി എന്തായാലും ഔട്ട് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ കോഹ്ലി അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഇടാതെയും ജയ്സ്വാൾ വരുന്നു. ജയ്സ്വാളിൻ്റെ വിക്കറ്റ് അവിടെ തെറിക്കുന്നു. അവിടെ കോഹ്ലിയെ പൂർണ്ണമായിട്ടും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെ പലതവണ ജയ്സ്വാൾ പലരെയും ഔട്ടാക്കിയിട്ടുണ്ട്, സ്വന്തമായിട്ട് റൺ ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു ഫാക്ടർ. അവിടെ റൺസിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ കൊളാപ്സ് ആകാൻ ഏറ്റവും വലിയൊരു കാരണമായി. ഇവിടെ ജയ്സ്വാളിൻ്റെ ആ ഒരു റൺ ഔട്ട് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിരാട് കോഹ്ലി അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് അവിടെ ചോർന്നുപോയി. ആവശ്യമില്ലാത്ത പുള്ളി ഓഫിൽ പോയ ബോളിൽ ബാറ്റ് വെച്ച് കൊടുക്കുകയും ചെയ്തു. അതിന് മുമ്പ് വളരെ ബെറ്റർ ആയിട്ടായിരുന്നു ഓഫിൽ പോകുന്ന ബോളിൽ പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്ക് തന്നെ അറിയാമായിരുന്നു പുള്ളിയുടെ വീക്ക്നെസ് എന്താണെന്ന്. പക്ഷേ ആ ഒരു പുള്ളിക്ക് അത് ചെയ്യേണ്ടി വന്നു. കീപ്പർ ക്യാച്ച് എടുത്ത് പുള്ളിയും പോകുന്നു. ആകാശ്ദീപ് ആയിരുന്നു അവിടെ ഒരു നൈറ്റ് ബാറ്റ്സ്മാൻ റോളിൽ വന്ന് പുള്ളിയുടെ വിക്കറ്റും അവിടെ ഈസി ആയിട്ട് അവിടെ ബോളിന് എടുക്കുന്നു. നിലവിൽ 164-ന് 5 എന്ന നിലയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. 310 റൺസ് കൂടി വേണം ഇനി ലീഡ് എടുക്കാൻ. നിലവിൽ ഒരു അപ്പർ ഹാൻഡ് ഈ ഒരു മത്സരത്തിലുള്ളത് ഓസ്ട്രേലിയക്കാണ് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. റെക്കഗ്നൈസ്ഡ് പ്ലെയർ അല്ല, അവസാനത്തെ റെക്കഗ്നൈസ്ഡ് പ്ലെയർ അല്ല ഇന്ത്യയുടെ. ഇനിയും നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും വരാനുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു 200-250 റൺ പാർട്ണർഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടൊരു കാര്യമായിരിക്കില്ല. അതും ഓസ്ട്രേലിയ പോലൊരു ടീമിൻ്റെ ലൈനപ്പിനെതിരെ. എസ്പെഷ്യലി നാളെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച്. വിക്കറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കളി കൈവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എത്ര പെട്ടെന്നാണ് ഒരു ഗെയിം മാറി മറിഞ്ഞത് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന, അതായത് ജയ്സ്വാൾ വിരാട് കോഹ്ലി കോമ്പിനേഷനിൽ റൺസ് വന്നപ്പോൾ നമുക്ക് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്ന ഒരു മത്സരം നേരെ 2 വിക്കറ്റ് ലോസ് ആയപ്പോൾ ഓസ്ട്രേലിയയുടെ കയ്യിലേക്ക് മറിഞ്ഞുപോയി. ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് വലിയ കരിയർ ഡിസൈഡർ തന്നെയാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. ഈ ഒരു സീരീസിൽ ഇനിയും ഈ രീതിയിലാണ് ബാറ്റിങ്ങും ക്യാപ്റ്റൻസിയും തുടരുന്നതെങ്കിൽ ഒരുപക്ഷെ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, പുള്ളിയുടെ ടെസ്റ്റ് കരിയറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ആൻഡ് ലെറ്റ്സ് സീ എന്താണ് നമുക്കിനി നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. കോഹ്ലി ആൻഡ് ജയ്സ്വാൾ വെയർ ലുക്കിംഗ് ഗുഡ്. പക്ഷേ ഇതാണ് സംഭവിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയാം. പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ ഗൈസ്.